response of damped free vibration system. Okay, response of damped free vibration system. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡാംഡ് എന്ന് പറയുമ്പോൾ ഒരു ഡാമ്പിംഗ് എലമെന്റ് വരും. ദാറ്റ് ഈസ് C not is equal to 0. ഇന്നലെ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡാമ്പിംഗ് അല്ലെങ്കിൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് 0 ആയിരുന്നു. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഡാംഡ് വൈബ്രേഷൻ വരുമ്പോൾ ഡാമ്പിംഗ് വരുന്ന കേസിൽ C not equal to 0 ആണ്. എന്നാൽ ഇവിടെ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സൈറ്റിംഗ് ഫോഴ്സും എന്ത് തന്നെയാണ് 0 ആണ്. C not equal to 0 ആണ്. ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ P of t is equal to 0. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? mx ഡബിൾ ഡോട്ട് അല്ലെ പ്ലസ് cu ഡോട്ട് പ്ലസ് ku is equal to P of t അല്ലെങ്കിൽ F of t എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. അപ്പൊ ഇവിടെ F of t ഇല്ല, മറ്റുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ മുന്നേ പഠിച്ച അൺഡാംഡ് ഫ്രീ വൈബ്രേഷനിലാണെങ്കിൽ cu ഡോട്ട് എന്ന് പറയുന്ന ടേം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ മുന്നേ പഠിച്ച കേസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് mu ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ mx ഡബിൾ ഡോട്ട് പ്ലസ് kx ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ സിസ്റ്റത്തില് അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് mu ഡബിൾ ഡോട്ട് പ്ലസ് cu ഡോട്ട് പ്ലസ് ku ഈസ് ഈക്വൽ ടു 0. P of t ഇല്ല. അപ്പൊ ഈ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. അത് ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് അവിടെ വെച്ചു. അസ്യൂമിങ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ, ഇപ്പൊ മാക്സ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ u of t എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് a e raised to lambda t അല്ലെങ്കിൽ a e raised to qt എന്നൊക്കെ പറയാം. ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണ് ഏതാന്നുള്ളതിലേക്ക് പോകുന്നില്ല. a e raised to lambda t എന്നുള്ളതാണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ a e raised to q. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന q ആണ്. അപ്പൊ a e raised to qt എന്നുള്ള സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ u of t എന്ന് പറയുന്നത് a e raised to qt. അപ്പൊ യുവിന്റെ കാര്യം ഇവിടെ ഓക്കെ ആണ്. ഓക്കെ, u ഡോട്ട് ടി അല്ലെങ്കിൽ u ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻസിയേഷൻ ചെയ്യണം അല്ലെ. u ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ a e raised to qt എന്ന് പറയുന്നതിനെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ a ഇവിടെ e raised to x നെയൊക്കെ ഡിഫറൻസിയേഷൻ ചെയ്താൽ എന്താ വരിക? e raised to x ന്റെ ടേം e raised to x തന്നെയാ വരിക അല്ലെ. ഇനിയിപ്പോ അതിന്റെ കൂടെ ഒരു 2x ഉണ്ടെങ്കിൽ എന്താ വരിക? 2e raised to x എന്നുള്ള രീതിയിലാണ് വരിക. അങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ ഈ 2 എന്ന് പറഞ്ഞ് എഴുതിയ നമ്പറിന്റെ സ്ഥാനത്ത് ഇവിടെ q ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ വരിക? a ഇൻറ്റു ഈ q ഇങ്ങോട്ട് വരും, q e raised to qt. ഓക്കെ, അതായത് e raised to t അല്ലെങ്കിൽ e raised to qt ന്റെ ഡെറിവേറ്റീവ് e raised to qt തന്നെയാണ്. അപ്പൊ ഇവിടെ q ഉണ്ടെങ്കിൽ അത് എന്ത് വരും? ഇതിന്റെ മുമ്പായിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ a q e raised to qt എന്നുള്ളതാണ് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇനി u ഡബിൾ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? വീണ്ടും അല്ലെ e raised to qt നെ എന്ത് ചെയ്യാം? വീണ്ടും നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഈ q വീണ്ടും ഇവിടേക്ക് വരും, e raised to qt എന്നുള്ള രീതിയിൽ വരും. അപ്പൊ എങ്ങനെയായിരിക്കും? a q സ്ക്വയർ e raised to qt അല്ലെങ്കിൽ a ലാംഡ സ്ക്വയർ e raised to ലാംഡ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. e raised to ലാംഡ t എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഇവിടെ u of t, u ഡോട്ട് ഓഫ് ടി, u ഡബിൾ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്ന 3 എക്സ്പ്രഷൻ നമ്മളിവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? m u ഡബിൾ ഡോട്ട് പ്ലസ് cu ഡോട്ട് പ്ലസ് ku is equal to 0. അതിലേക്ക് u ഡബിൾ ഡോട്ടിന്റെയും u ഡോട്ടിന്റെയും u ന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1ന്റെ അകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ u ന്റെ സ്ഥാനത്ത് a e raised to u ഡബിൾ ഡോട്ടിന്റെ സ്ഥാനത്ത് a q സ്ക്വയർ e raised to qt. അപ്പൊ അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി m into a q സ്ക്വയർ e raised to qt. അടുത്ത c into u ഡോട്ടിന്റെ വാല്യൂ a q e raised to qt എന്നുള്ളതാണ്. അപ്പൊ c into a q e raised to qt. അപ്പൊ അത് എഴുതി പ്ലസ് k into u. അപ്പൊ k into u വാല്യൂ a e raised to qt. അപ്പൊ അത് എഴുതി ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് a e raised to qt എന്ന് പറഞ്ഞ ടേം പുറത്തെടുക്കാം. അപ്പൊ a e raised to qt പുറത്തെടുത്തു കഴിഞ്ഞാൽ a e raised to qt പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം എന്താ ഉള്ളത്? m q സ്ക്വയർ. അപ്പൊ m q സ്ക്വയർ പ്ലസ് ഓക്കെ ഇവിടുന്ന് a e raised to qt പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് c q. ഓക്കെ, c and q. അപ്പൊ m q സ്ക്വയർ പ്ലസ് c q പ്ലസ് ഇവിടുന്ന് എന്ത് മാത്രമേ ഉള്ളൂ? എടുത്ത് ഫുൾ ടേം തന്നെയാണ് e raised to qt അല്ലെ. അപ്പൊ k എന്ന് പറഞ്ഞ് തന്നെയാണ് വരിക. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വരും. അപ്പം ഇവിടെ a വാല്യൂ 0 ആവില്ല, അതുപോലെ e raised to qt 0 ആവില്ല. അതായത് ഈ ടേം 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ടേം
സീറോ ആവണം, അല്ലെങ്കിൽ ഈ ടേം സീറോ ആവണം. ഓക്കെ, ഈ രണ്ട് ടേമില് ഏതെങ്കിലും ഒന്ന് സീറോ ആണ്. അപ്പൊ ഇത് സീറോ ആവില്ല, ഈ ഒരു ടേം ആയിരിക്കും സീറോ ആവാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ്? a e raised to qt into mq square plus eq plus k. അപ്പൊ ഇതിൽ ഈ ഒരു ടേം ആണ് സീറോ ആവുന്നത്. ഓക്കെ, a e raised to qt എന്ന് പറയുന്ന ടേം സീറോ ആവുന്നില്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ള ടേം നമ്മൾ വെച്ച് നമ്മൾ സോൾവ് ചെയ്യാണ്. therefore mq square plus cq plus k is equal to 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഏതാ? ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ നമുക്ക് അവൈലബിൾ ആയിട്ട്, ദാറ്റ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതില് a എന്ന് പറയുന്നത് ഇപ്പം ക്യൂ ആണ് ഇതില് വേരിയബിൾ ആയിട്ട് വരുന്നത് അല്ലെ, ക്യൂ ആണ് വേരിയബിൾ. അപ്പം എം വാല്യൂ ആണ് എന്ത് വരുന്നത്? എ വരുന്നത്. ബി സി ആണ്, ആൻഡ് സി എന്ന് പറയുന്നത് കെ ആണ്. ഓക്കെ, അപ്പം ഇതില് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇക്വേഷൻ മൈനസ് സി അല്ലെ, മൈനസ് ബി. അപ്പം മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ബിന്റെ സ്ഥാനത്ത് സി ആണ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം ബി ആയിട്ട് വരുന്ന സി ആണ്. അപ്പൊ മൈനസ് സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ സി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സി അല്ലെ, എം ഇൻറ്റു കെ, അല്ലെങ്കിൽ മൈനസ് 4 km എന്നുള്ള രീതിയിൽ വരും, ഡിവൈഡ് ബൈ 2m. ഈ രീതിയിലാവും നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പം ഇത് സൊല്യൂഷൻ ആണ്. ക്യൂവിന്റെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ Q1 ആൻഡ് Q2 അങ്ങനെ എഴുതിയതാണ്. രണ്ട് സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ രണ്ട് സൊല്യൂഷൻ Q1 ആൻഡ് Q2 is equal to minus c plus or minus root of c square minus 4km divided by 2m. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ എമ്മിനെ ഈ ഒരു ടേമിന്റെ കൂടെ ഈ ഒരു ടേമിന്റെ കൂടെ സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാണ്. മൈനസ് സി ബൈ 2m എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടേം വരും. ഇവിടെ റൂട്ട് ഓഫ്, ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ചെയ്ത് വരണം, ഇത് കുറച്ച് സ്റ്റെപ്സ് ഇതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സി ബൈ 2m സ്ക്വയർ മൈനസ് കെ ബൈ എം. ഓക്കെ, ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ സോൾവ് ചെയ്യേണ്ട ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വേണ്ട ചില വാല്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂലേക്ക് എത്തുമ്പോൾ ഫൈനൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ 2m സ്ക്വയർ മൈനസ് കെ ബൈ എം എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, റൂട്ട് ഉണ്ട്. അപ്പം ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇതിൽ വേറെ ഐന്റെ കോംപ്ലക്സ് ഒന്നും വരുന്നില്ല. അപ്പൊ നോർമൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? a1 e raised to q1t പ്ലസ് a2 e raised to q2t എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം ഇതിൽ q1 എന്ന് പറയുന്നത് എന്താണ്? q1 എന്ന് പറയുന്നത് മൈനസ് സി ബൈ എം പ്ലസ്, ഇത് പ്ലസ് ഓർ മൈനസ്, അപ്പം പ്ലസ് വരുന്നതായിരിക്കും q1, ഇവിടെ മൈനസ് വരുന്നതായിരിക്കും q2. ഓക്കെ, അപ്പം a1 e raised to മൈനസ് സി ബൈ എം പ്ലസ് റൂട്ട് ഓഫ് സി ബൈ 2m സ്ക്വയർ മൈനസ് കെ ബൈ എം എന്ന് പറയുന്ന Q1 പ്ലസ് a2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് സി ബൈ 2m മൈനസ് റൂട്ട് ഓഫ് സി ബൈ 2m സ്ക്വയർ മൈനസ് കെ ബൈ എം എന്ന് പറയുന്നതായിരിക്കും Q2. ഓക്കെ, അപ്പം നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഈ രീതിയിലാണ്. Q1 ആൻഡ് Q2 എന്ന് പറയുന്നത് ഈ ഒരു ടേം ആയിരിക്കും. ഇതിൽ Q1-ലാണെങ്കിൽ ഇവിടെ നടുക്ക് പ്ലസ് ആയിരിക്കും, Q2 ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. അപ്പൊ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ആയി. അപ്പൊ ഇതാണ് ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ വരുന്ന Q1 എന്ന് പറയുന്ന ടേം ഇതാണ്, Q1 എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ പ്ലസ് വരുന്നതാണ്, Q2 എന്ന് പറയുന്ന ഇക്വേഷനിൽ മൈനസ് വരുന്നതാണ്. Where A1 and A2 are constants of integration which can be determined by using initial condition. അപ്പോൾ A1 A2 constants of integration ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നലെ ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് C1 C2 ഒക്കെ കണ്ടുപിടിച്ചു. അതേപോലെ ഇവിടെ ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ A1 A2ന്റെ വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് ഡാംഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഡെറിവേഷൻ ഇല്ല, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതില് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനില് പി ഓഫ് ടി എന്ന് പറയുന്ന ടേം 0 ആണ്,
ബാക്കി എല്ലാ ടേംസും ഉണ്ട്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് ടി ഈസിക്വൽ ടു എ ഇ റേസ് ടു ക്യൂ ടി അല്ലെങ്കിൽ എ ഇ റേസ് ടു ലാംഡ ടി എന്നുള്ളതാണ്. അത് വെച്ചിട്ട് അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ എഴുതി അത് ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. അത് സോൾവ് ചെയ്യാൻ -b + or -√b² - 4ac വെച്ച് ചെയ്തു. അപ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -c/2m + or -√c/2m² - k/m എന്നുള്ളതാണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ രീതിയിലാണ്. a1 e raised to q1 ഇവിടെ പ്ലസ് വരുന്ന ടേം ആയിരിക്കും, q2 എന്ന് പറയുന്നത് ഇവിടെ മൈനസ് വരുന്നതായിരിക്കും. a1 a2 കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് കുറച്ച് കേസുകൾ ഉണ്ട്, കുറച്ച് കേസസ്. ആ കേസുകൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷൻ, ഒന്ന് ഓവർ ഡാംഡ് കണ്ടീഷൻ, ഒന്ന് അണ്ടർ ഡാംഡ് കണ്ടീഷൻ. 3 കണ്ടീഷൻസ് ഉള്ളത്. ഓക്കെ, ഒന്ന് പേരൊന്നും കൂടെ പറയാം. ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, രണ്ടാമത് ഓവർ ഡാമ്പിംഗ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് സിസ്റ്റം, മൂന്നാമത്തത് അണ്ടർ ഡാംഡ് സിസ്റ്റം. 3 കണ്ടീഷൻസ്. അപ്പൊ ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും വൈബ്രേഷൻ ആണല്ലോ. സംഭവം ഇതാണ്. ഇപ്പം ഇതിന്റെ അകത്ത് ഒരു ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്. വൈബ്രേഷൻ ചെയ്യുന്നതിന്റെ അകത്ത് ഒരു ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്. ഓക്കെ, ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്. ഇപ്പം ഈ രീതിയിലാണെങ്കിൽ ഇവിടെ ഒരു സ്പ്രിംഗ് എലമെന്റും ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്. നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതിൽ എക്സൈറ്റിംഗ് ഫോഴ്സ് ഇല്ല. അതായത് ഇനി ഇവിടെ കൊടുക്കുന്ന പി ഓഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ഇല്ല. ഇത് സി ആണ്, ഇത് കെ ആണ്. ഓക്കെ, ഇതുപോലെയുള്ള സിസ്റ്റം ആണ്. അപ്പൊ ഇതില് ഇനീഷ്യലി ഒരു ഫോഴ്സോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ വന്നാൽ ഇത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ മുന്നേ പഠിച്ചതിന്റെ അകത്ത് ഡാമ്പിംഗ് ഇല്ല. ഡാമ്പിംഗ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആ സീറോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ സീറോ ആവണമെന്നില്ല ആ വൈബ്രേഷൻ, അല്ലെ? വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. നമ്മൾ അതിന്റെ ഫിഗർ ഒക്കെ വരച്ചിരുന്നു അൺഡാംഡിന്റെ, അല്ലെ? നമ്മള് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് u0 + u.0/ω എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കേവ് വരച്ചിരുന്നല്ലോ. ഇതുപോലെ അതിന്റെ വൈബ്രേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരച്ചിരുന്നു, ടൈം ഫ്രെയിം ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇതുപോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സീറോ ആവാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു പക്ഷേ സീറോ ആവണമെന്നില്ല. അതെന്തുകൊണ്ടാ? അൺഡാംഡ് ആയതുകൊണ്ടാണ്. ഡാമ്പിംഗ് ഇല്ല. ഡാമ്പിംഗ് വെച്ചാൽ എന്താ ഗുണം? ഡാമ്പിംഗ് വരുവാണെങ്കിൽ അത് വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യും, അല്ലെ? വൈബ്രേഷൻ അത് സീറോയിലേക്ക് കൊണ്ടുവരാണ് ഡാമ്പേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാമ്പിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡാമ്പിംഗ് സിസ്റ്റം ഉള്ള കേസാണ്. അപ്പോൾ ഈ 3 കേസസ് ഉണ്ട്. എന്താണ്? ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, ഓവർ ഡാമ്പിംഗ്, അണ്ടർ ഡാമ്പിംഗ് എന്നുള്ള ഞാൻ പറയാം. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണെങ്കിൽ ഒരു സൈക്കിള് പോലും കംപ്ലീറ്റ് ആവാതെ സഡൻ സ്റ്റോപ്പ് ആയിരിക്കും അതിന്റെ വൈബ്രേഷൻ. ഇപ്പൊ നമ്മള് ഈ ഒരു സിസ്റ്റം, ഡാമ്പിംഗ് സിസ്റ്റം, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റം ആണെങ്കിൽ സഡൻ ആയിട്ട് അത് സ്റ്റോപ്പ് ആവും. ആ ഒരു വൈബ്രേഷൻ സഡൻ സ്റ്റോപ്പ് ആയിരിക്കും. അതായത് ജസ്റ്റ് ആ ഒരു ഓസിലേഷൻ പോലും വരുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് അത് സീറോയിലേക്ക് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ആ വൈബ്രേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ഇനീഷ്യലി ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് സ്റ്റാർട്ട് ആവുമായിരിക്കും, എന്നാൽ അത് പെട്ടെന്ന് തന്നെ സീറോയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ ഓവർ ഡാംഡ് സിസ്റ്റം ആണ്. ഓവർ ഡാമ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓവർ ഡാംഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതും ഓസിലേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ആവുന്നതാണ്. അതായത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റത്തിനോട് സിമിലർ ആണ്, പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി ടൈം എടുക്കും. കുറച്ചും കൂടി ടൈം എടുത്തിട്ട്, അതായത് ആ ഒരു സൈക്കിൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, അതിന് മുമ്പായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സംഭവിച്ചതിനേക്കാളും കുറച്ചും കൂടി ഡിലേ ആയിട്ടായിരിക്കും ഇത് സ്റ്റോപ്പിലേക്ക് വരിക. അതായത് ആ ഒരു വൈബ്രേഷൻ കാരണമുള്ള ഓസിലേഷനിൽ നിന്ന് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റം ആണ് നമ്മുടെ നോർമൽ ഡാമ്പിംഗ് കണ്ടീഷൻസ്. അതായത് ഇപ്പൊ നമ്മുടെ ബിൽഡിംഗ് ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും അതിലൊക്കെ വരുന്ന കാര്യം അല്ലെങ്കിൽ ഡാമ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വൈബ്രേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡിൽ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് ഓരോ സൈക്കിൾ കഴിയും തോറും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും. അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഇതിന്റെ വൈബ്രേഷൻ സീറോ ആയി മാറും. അപ്പൊ അണ്ടർ ഡാംഡ് സിസ്റ്റം, അതായത് ഡാമ്പിംഗ് വെച്ചോ അവിടെ വൈബ്രേഷൻ സ്റ്റോപ്പ് ആവുന്ന അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഞാൻ പറഞ്ഞു, അവിടെ ഒരു സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സഡൻലി അത് സ്റ്റോപ്പ് ആവും ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റം ആണെങ്കിൽ. ഓവർ ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ അത്
വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ക്രിട്ടിക്കൽ ഡാംഡ് സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടി സമയം എടുക്കും. എന്നാൽ ഒരുപാട് സമയം എടുക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാളും ക്രിട്ടിക്കൽ ഡാമിംഗ് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്തിട്ടായിരിക്കും സ്റ്റോപ്പ് ആവുക. എന്നാൽ അണ്ടർ ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത് അത് സൈക്ലിക് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉള്ള ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം എന്നില്ല രണ്ടാമത് വരുന്നത്. അതായത് ആംപ്ലിറ്റ്യൂഡ് കീപ്സ് ഓൺ ചേഞ്ചിങ്, അതായത് കുറഞ്ഞായിരിക്കും വരുന്നത്. ഇത് കുറഞ്ഞ് ലാസ്റ്റ് ഇത് സീറോയിലേക്ക് എത്തുന്ന രീതിയിലാണ് അണ്ടർ ഡാംഡ് സിസ്റ്റത്തിലെ ആംപ്ലിറ്റ്യൂഡിന്റെ വൈബ്രേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ഇക്വേഷന്റെ അകത്തു നിന്നുള്ളതാണ്. ഇപ്പൊ ക്രിട്ടിക്കൽ ഡാമിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കാം, ഇത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോ അതിന്റെ അകത്ത് ഈ റൂട്ടിന്റെ അകത്തുള്ള ഒരു ടേം കണ്ടോ, c/2m² - k/m. അപ്പൊ ഈ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഓവർ ഡാമ്പിംഗ് ആണോ സിസ്റ്റം ആണോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണോ, അതുപോലെ ഇത് അണ്ടർ ഡാമ്പിംഗ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ c/2m² - k/m, അതായത് റൂട്ടിന്റെ അകത്തുള്ള ടേം. ഓക്കെ, നോക്കിക്കോ എങ്ങനെയാ അത് വരുന്നത് വെച്ചാൽ if c/2m² - k/m അല്ലെ, c/2m² - k/m റൂട്ടിന്റെ അകത്തുള്ള ഈ ഒരു ടേം, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ, ഈ ഒരു ടേം 0 ആയി പോവാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ഡാംഡ് സിസ്റ്റം ആണ്. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ്, ഓവർ ഡാംഡ് സിസ്റ്റത്തിൽ c/2m² - k/m എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ അത് ഓവർ ഡാംഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, അതുപോലെ ഗ്രേറ്റർ ദാൻ 0 വരുവാണെങ്കിൽ അത് ഓവർ ഡാമ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓവർ ഡാംഡ് സിസ്റ്റം ആണ്. ഇനി അടുത്തത് if c/2m² - k/m എന്ന് പറയുന്നത് ലെസ് ദാൻ 0, ദാറ്റ് മീൻസ് നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ, ഈ വാല്യൂ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് അണ്ടർ ഡാംഡ് സിസ്റ്റം ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എന്താണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, ഓവർ ഡാമ്പിംഗ് എങ്ങനെയാണ്, അണ്ടർ ഡാമ്പിംഗ് എങ്ങനെയാണെന്നുള്ള മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം ഈ ഒരു ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണെന്നുള്ള അതിന്റെ വാല്യൂസ് നോക്കിയിട്ടാണ്. c/2m², അതായത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന Q1 and Q2 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സൊല്യൂഷനില് റൂട്ടിന്റെ താഴെ വരുന്ന ടേം വെച്ചിട്ടാണ്. അപ്പൊ c/2m² - km എന്നാണ് ആ ടേം. അത് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ഡാംഡ് സിസ്റ്റം ആണ്. ഗ്രേറ്റർ ദാൻ 0 വരുവാണെങ്കിൽ അത് ഓവർ ഡാംഡ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ലെസ് ദാൻ 0, അതായത് മൈനസ് വരുവാണെങ്കിൽ അത് അണ്ടർ ഡാംഡ് സിസ്റ്റം ആണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തത് ക്രിട്ടിക്കൽ ഡാംഡ് സിസ്റ്റം കേസ് വെച്ചിട്ടാണ് ആ ഇക്വേഷൻസ് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ ഡാംഡ് സിസ്റ്റം എന്താണെന്ന് അറിയാം, c/2m² - k/m = 0 എന്നുള്ളതാണ്. അപ്പൊ c/2m² - k/m = 0. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഈ k/m ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ആയി മാറും. c/2m² = k/m എന്നാവും. ഓക്കെ, അതായത് മൈനസ് ഇപ്പുറത്ത് വരും, പ്ലസ് ആവും. ഇൻ ദിസ് കേസ്, അപ്പൊ ഈ ഒരു കേസിൽ ക്രിട്ടിക്കൽ ഡാംഡ് സിറ്റുവേഷനിൽ ഇവിടെ വരുന്ന ഡാമ്പിങ്ങിന്റെ വാല്യൂ c എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് c എന്ന് പറയുന്നത് ഈക്വൽ ടു CCR ആയിരിക്കും. CC അല്ലെങ്കിൽ CCR, CC എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം കേട്ടോ. CC അല്ലെങ്കിൽ CCR ആയിരിക്കും. അതായത് C എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. CCR എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്, അതായത് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിൽ വരുന്നതാണ് CCR. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ c/2m² = k/m എന്ന് പറഞ്ഞു വരുന്നതിൽ C എന്ന് പറഞ്ഞു വരുന്ന വാല്യൂ CCR ആയിരിക്കും ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പൊ in this case C becomes CCR. CCR is critical damping coefficient. It is the limiting value of damping. അത് ലിമിറ്റിംഗ് വാല്യൂ ആണ്. ഓക്കെ, CCR എന്ന് പറയുന്നത് ഡാമ്പിങ്ങിന്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്. In critical damping, the system returns to its equilibrium without undergoing vibration. അപ്പൊ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൽ അത് സഡൻ ആയിട്ട്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഓസിലേഷൻ ഒക്കെ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ സഡൻ ആയിട്ട് എന്ത് സംഭവിക്കും, the system returns to its equilibrium, അല്ലെ, വൈബ്രേഷൻ സംഭവിക്കാതെ തന്നെ അത് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാതെ തന്നെ എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തും. ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് മോഷൻ. അപ്പൊ ഇവിടെ c/2m എന്ന് പറയുന്നതിന് പകരം CCR/2m എന്ന് എഴുതാം. CCR/2m² = k/m. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ CCR/2m = √k/m.
അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കിട്ടിയേ CCR/2m ഈസ് ഈക്വൽ ടു √k/m എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് ഇടേണ്ടതായിട്ട് വരും. ഇനി CCR എന്ന് പറയുന്നത് എന്താണ്? CCR എന്ന് പറയുന്നത് ഈ 2m ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2m ഇൻറ്റു √k/m എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് m-ഉം m-ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ √m-ഉം m-ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ √m ആവും അല്ലെ. അപ്പൊ എന്തായി ഇക്വേഷൻ? ഒരു 2√km ആയി. അപ്പൊ CCR is equal to 2√km. വേറൊരു റിലേഷൻഷിപ്പ് CCR/2m is equal to √k/m. അത് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നതിനകത്ത് നിന്ന് എടുത്താണ്. CCR/2m square is equal to k/m. അതിന്റെ അകത്ത് നിന്ന് CCR/2m is equal to √k/m എടുത്തു. അതിൽ CCR is equal to 2m. ഈ 2m ഇങ്ങോട്ട് വരും. അപ്പൊ 2m into √k/m. അപ്പൊ അതിനകത്ത് m ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2√km എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ CCR is equal to 2√km. ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. CCR എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് പോവാം. CCR/2m is equal to √k/m എന്നുണ്ട്. അപ്പൊ നമുക്കറിയാം √k/m എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ √k/m ന്റെ സ്ഥാനത്ത് ഒമേഗ കൊടുത്തു കഴിഞ്ഞാൽ CCR എന്ന് പറയുന്നത് എന്തായിരിക്കും? 2m ഒമേഗ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. CCR is equal to 2m ഒമേഗ. ഓക്കെ, രണ്ട് റിലേഷൻഷിപ്പ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, CCR is equal to 2√km and CCR is equal to 2m ഒമേഗ. വേറെ റിലേഷൻഷിപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. CCR/2m is equal to √k/m എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു റിലേഷൻഷിപ്പ് CCR is equal to ഇവിടെ m ന്റെ സ്ഥാനത്ത്. ഓക്കെ, അതായത് നമുക്കറിയാം ഒമേഗ is equal to √k/m ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? k/m ആണ്. അപ്പൊ m എന്ന് പറയുന്നത് എന്തായിരിക്കും? m is equal to k/omega² ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ m ന്റെ സ്ഥാനത്ത് k/omega² എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതുപോലെയാവും. CCR is equal to 2 into k/omega² into omega. അപ്പൊ ഈ ഒമേഗ സ്ക്വയറും ഈ ഒമേഗയും കട്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് 2k/omega എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ്. അപ്പൊ വേറൊരു റിലേഷൻഷിപ്പും കൂടെ CCR is equal to 2k/omega. അപ്പൊ CCR is equal to 2m omega 2k/omega. അതുപോലെ CCR is equal to 2√km. ഈ റിലേഷൻഷിപ്പ് ഒക്കെ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ കിട്ടിയെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട ടേം ആണ് ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഡാമ്പിംഗ് റേഷ്യോ നമ്മൾ ഈറ്റ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സൈയോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഈറ്റ എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡാമ്പിംഗ് ടു ദ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഈസ് കോൾഡ് ഡാമ്പിംഗ് റേഷ്യോ ഈറ്റ അല്ലെങ്കിൽ സൈ. അപ്പം ഇവിടെ എന്താണ് അതിന്റെ റേഷ്യോ വരുന്നത്? ആക്ച്വൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത് CCR ആണ്. ഓക്കെ, അത് തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, ഈറ്റ അല്ലെങ്കിൽ സൈ. ഓക്കെ, നിങ്ങൾ എന്താ പറയാ ഈ ഒരു റിലേഷൻഷിപ്പിന്? സോറി, ഈ ഒരു ടേമിന് എന്താ പറയാ? ഓക്കെ, ഞാൻ സൈ അല്ലെങ്കിൽ ഈറ്റ പറയാം. ഓക്കെ, സൈ is equal to C/CCR എന്നുള്ള ടേം ആണ് ഡാമ്പിംഗ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻസിലെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷനിൽ ഫോർ എ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ C is equal to CCR ആണ് അല്ലെ. നമ്മൾ C is equal to CCR വെച്ചിട്ടാ ചെയ്തത്, ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പൊ C is equal to CCR ആണെങ്കിൽ എന്തായിരിക്കും? C/CCR എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷനിൽ ഡാമ്പിംഗ് റേഷ്യോ സൈ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 1 ആണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. Hence for a critical dammed system Q12 is equal to -C/2m. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ, ഇത് നമ്മളെ ജനറൽ സൊല്യൂഷനാ നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഡാംഡ് ഫ്രീ വൈബ്രേഷന്റെ ജനറൽ സൊല്യൂഷൻ ആയിരുന്നു നമ്മൾ ഇവിടെ ഫോം ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷനിൽ ഈ ഒരു ടേം 0 ആവും അല്ലെ. റൂട്ടിന്റെ അടിയിലുള്ള ഈ ഒരു ടേം 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി Q1 and Q2 എന്താണ്? -C/2m എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഈ ടേം പോയില്ലേ ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷനിൽ. അപ്പം ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷനിൽ Q1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ Q1 and Q2 is equal to -C/2m ആണ്. മറ്റേ ടേം എന്തായി പോയി? 0 ആയി
പോയി. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ, ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹെൻസ് ഫോർ എ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം Q12 is equal to minus C/2m. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു U of t is equal to e raised to minus C/2m into t into a plus bt. ഇത് നോർത്ത് വെച്ചാൽ മതി. ഈ സൊല്യൂഷനിലേക്ക് എത്തുന്ന സ്റ്റെപ്സുകൾ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് നോർത്ത് വെച്ചാൽ മതി. മാത്സ് ആണ്, മാത്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജസ്റ്റ് ഇത് നോർത്ത് വെച്ചാൽ മതി. അതുപോലെ U of t is equal to ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ C/2m എന്ന് പറയുന്നത് എന്താ, ഒമേഗയാണ് അല്ലെ. നമ്മളിവിടെ ഡിറൈവ് ചെയ്തിരുന്നല്ലോ. ഒമേഗ is equal to അല്ലെ C/2m. ഇവിടെ ക്രിട്ടിക്കൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇപ്പൊ CCRC ആണെങ്കിൽ C/2m ആണ്. ഓക്കെ, അപ്പം C/2m എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പൊ e raised to minus omega t into a plus bt എന്നുള്ള രീതിയിൽ നമുക്ക് റിലേഷൻഷിപ്പ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യാതെ, ദാറ്റ് മീൻസ് ഒരു ഓസിലേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒരു വൈബ്രേഷൻ സ്റ്റാർട്ടിങ് ഉണ്ടാവുകയായിരിക്കും. എന്നാൽ അത് സഡൻലി എന്ത് ചെയ്യും, അത് സീറോയിലേക്ക് എത്തുന്നതാണ് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലുള്ള ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്ന CCR ആണ്. C/CCR എന്ന് പറഞ്ഞ റേഷ്യോ, ഡാമ്പിംഗ് റേഷ്യോ, ദാറ്റ് ഈസ് psi എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി രണ്ടാമത്തത് ഓവർ ഡാംഡ് സിസ്റ്റം. ഓക്കെ, ഓവർ ഡാംഡ് സിസ്റ്റത്തിൽ എന്താണ്, ആ റൂട്ടിന്റെ അടിയിലുള്ള ടേം C/2m² മൈനസ് k/m എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ്. അപ്പൊ C/2m² ഈസ് ഈക്വൽ ടു C/2m² ഈസ് ഗ്രേറ്റർ ദാൻ, ഈ വാല്യൂ ഇപ്പുറത്തേക്ക് വരും, പ്ലസ് ആവും, k/m ആണ്. അപ്പൊ ഇവിടെ C ഈസ് ഗ്രേറ്റർ ദാൻ CCR ആണ് ഇവിടെ കേസ്. ഓക്കെ, ഈ ഒരു കേസിൽ C ഗ്രേറ്റർ ദാൻ CCR ആണ്. ഓവർ ഡാംഡ് സിസ്റ്റത്തിൽ C ഈസ് ഗ്രേറ്റർ ദാൻ CCR. ദാറ്റ് മീൻസ് psi വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ കേസിൽ C ന്റെ വാല്യൂ ഈക്വൽ ടു CCR ആയിരുന്നു ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ ഓവർ ഡാംഡ് സിസ്റ്റത്തില് C വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പം C ഈസ് ഗ്രേറ്റർ ദാൻ CCR. ദാറ്റ് മീൻസ് psi ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടും റിയൽ ആൻഡ് ഡിസ്റ്റിങ് സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്താൽ മതി. ഓവർ ഡാമ്പിംഗ് ഈസ് മോർ ഓർ ലെസ് സെയിം ആസ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ഓക്കെ, അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി സ്ലോ ആയിട്ടായിരിക്കും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്. അതായത് ഒരു വൈബ്രേഷൻ പോലും കംപ്ലീറ്റ് ആക്കുന്നില്ല, എന്നാൽ കുറച്ചും കൂടി സ്ലോ ആയിട്ടായിരിക്കും. ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ലോ ആയിട്ടായിരിക്കും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്. ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് മോഷൻ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ഇക്വേഷൻ ആണ്. അതായത് ഇപ്പം നമ്മൾ ഇത് ജനറൽ സൊല്യൂഷൻ, നമ്മൾ ആദ്യമേ എഴുതിയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ Q12 is equal to minus C/2m plus or minus root of C/2m² minus k/m എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് കുറച്ച് സ്റ്റെപ്സുകൾ ചെയ്യാനുണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ആ വാല്യൂലേക്ക് എത്തിയാൽ മതി. ഒമേഗ ഇൻറ്റു, റിലേഷൻഷിപ്പ് ഇതാണ്, ഒമേഗ ഇൻറ്റു മൈനസ് psi പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് psi² മൈനസ് 1 എന്നുള്ളതാണ് ആ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ വരും, a e raised to ഈ ടേം. ഓക്കെ, ഇതില് ഇവിടെ പ്ലസ് വരുന്ന ടേം ആദ്യം എഴുതും, പ്ലസ് അടുത്ത ഇപ്പം b ആണെങ്കിൽ b e raised to രണ്ടാമത്തെ ടേം ഇതിൽ മൈനസ് വരുന്ന ടേം ആയിരിക്കും. ഇതൊക്കെ കോൺസ്റ്റന്റ്സ് ആണ്, ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. a and b ആർ കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പൊ a1 a2 യൂസ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ C1 C2 അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് സൊല്യൂഷൻ വരുന്നത് ഓവർ ഡാമ്പിംഗ് സിസ്റ്റത്തിൽ ഇതാണ്, ഒമേഗ ഇൻറ്റു മൈനസ് psi പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് psi² മൈനസ് 1. ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ ആയി കിട്ടും. ഇതൊന്ന് ഓർത്തിരിക്കണം. അതിൽ ജനറൽ സൊല്യൂഷൻ a e raised to ഈ ടേം, ഇതില് മൈനസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിന്റെ അകത്ത് എഴുതുക. രണ്ടാമത്തേല് ഈ പ്ലസിന് പകരം മൈനസ് ഇട്ടിട്ട് രണ്ടാമത്തെ ടേമിന്റെ കൂടെ എഴുതുക. അപ്പൊ ഇതിന്റെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, സഡൻ ആയിട്ട് ഒരു ആംപ്ലിറ്റ്യൂഡ് ഒക്കെ വരുന്നതിന് മുമ്പും തന്നെ അത് സീറോയിലേക്ക് വരും. അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അത് സീറോയിലേക്ക് വരും. അതായത് ആ വൈബ്രേഷൻ പൂർണ്ണമാവുന്നില്ല അവിടെ. അതുപോലെ ഓവർ ഡാമ്പിംഗ് കണ്ടോ, കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കുന്നുണ്ട്, എന്നാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുന്നുണ്ട്.
Okay, free vibration response of a critically damped and over damped system ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഫിഗറിൽ കാണുന്നത്. ഇനി മൂന്നാമത്തെ കേസ് അണ്ടർ ഡാംഡ് സിസ്റ്റം. അണ്ടർ ഡാംഡ് സിസ്റ്റം ഞാൻ പറഞ്ഞു നമ്മൾ നോർമലി ഉള്ള ബ്രിഡ്ജുകളിലും ബിൽഡിങ്ങുകളിലെല്ലാം ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അണ്ടർ ഡാം സിസ്റ്റത്തിന്റെ ആണ്. അപ്പൊ ഇതില് റിലേഷൻഷിപ്പ് ഇങ്ങനെയാ വരുന്നത്, അതായത് ആ റൂട്ടിന്റെ അടിയിലുള്ള ടേം c/2m² മൈനസ് k/m എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പൊ k/m ഇപ്പുറത്തേക്ക് വരുമ്പോൾ c/2m² is less than k/m. അപ്പൊ ഇതിന്റെ അകത്ത് c less than ccr എന്നുള്ള കണ്ടീഷൻ ആണ്. c less than ccr ആണ് വരുന്നത്. അപ്പം ഡാമ്പിംഗ് റേഷ്യോ c/ccr എന്തായിരിക്കും? ലെസ് ദാൻ 1 ആണ്. ദാറ്റ് ഈസ് psi is less than 1. അപ്പൊ ഈ രീതിയിലാണ് അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതിന്റെ സൊല്യൂഷൻ വരുന്നത് കോംപ്ലക്സ് സൊല്യൂഷൻ ആണ്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ട്സ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് കോംപ്ലക്സിന്റെ റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ സൊല്യൂഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ Q12 ഈസ് ഈക്വൽ ടു നമ്മളെ ജനറൽ ടേം ആണ്. Q12 ഈസ് ഈക്വൽ ടു minus c/2m plus or minus root of c/2m² minus k/m എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഞാനിവിടെ -1 എന്ന് പറഞ്ഞ ടേം ഇതിന്റെ അകത്ത് ആഡ് ചെയ്തു റൂട്ടിന്റെ അകത്ത്. അപ്പൊ എന്ത് സംഭവിക്കും? k/mന്റെ വാല്യൂ പ്ലസിലായി വരും, c/2m എന്നുള്ളത് മൈനസിലും വരും. -1 into k/m minus c/2m². ഓക്കെ, ഇത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. -c/2m plus or minus ഇവിടെ -1 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ i എന്ന് പറയുന്ന ടേം ആണ് ഇൻറ്റു റൂട്ട് ഓഫ് k/m മൈനസ് c/2m². അപ്പൊ ഇതിൽ -c/2m പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു ഈ ഒരു ടേമിനെ നമ്മൾ ഡാംഡ് ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ് പറയാ. ഡാമ്പിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡാംഡ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഡി എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഒമേഗ ഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിലാ വരുന്നത്? ഏത് സിറ്റുവേഷനിലാണ് അത് വരുന്നത്? അണ്ടർ ഡാംഡ് സിസ്റ്റത്തിലാണ് വരുന്നത്. അണ്ടർ ഡാംഡ് സിസ്റ്റത്തില് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് k/m മൈനസ് c/2m² എന്നുള്ളതാണ്. ഓക്കെ, ഒമേഗ ഡി ഡാംഡ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഡിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒമേഗ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k/m മൈനസ് c/2m² എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാ. ഇനി ഞാൻ ഫൈനൽ അതിന്റെ എക്സ്പ്രഷനിലേക്ക് വരാം. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ വൈബ്രേഷൻ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് കുറഞ്ഞ് അത് എന്താവും? സീറോയിലേക്ക് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ടൈം കഴിയുമ്പോഴും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് ആണിത്. ഇത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പൊ u(t) എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ മതി. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. u(t) is equal to e raised to minus psi omega t into u0 cos omega dt plus u.0 plus u0 psi into omega by omega d sin omega dt. അപ്പൊ ഇതാണ് u(t) ന്റെ റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് വെലോസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് വെലോസിറ്റി u.t ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെലോസിറ്റിന്റെ ഇക്വേഷനും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു രീതിയിലും കൂടി ഈ ഒരു സൊല്യൂഷൻ എഴുതാൻ പറ്റും. u(t) is equal to ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്തിരിക്കാം. വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. a e raised to minus psi omega t cos omega dt minus theta that is equal to a e raised to psi omega t sin omega dt plus alpha. അത് ആ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ആവശ്യമില്ല, അത് കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞിരിക്കുക. ഒരു സൈഡ് എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റിയും ഒരു സൈഡ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റുമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ആകുന്ന, ഇതിപ്പോ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ് ആണ് തീറ്റ ആൻഡ് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതിൽ വരുന്ന ആ ഒരു ഓസിലേഷൻ, മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് u² പ്ലസ് u.0 പ്ലസ് u0 psi omega divided by omega d square.
ഓക്കെ, അപ്പൊ ഇതാണ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം, അതുപോലെ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഓക്കെ, മുന്നേ നമ്മൾ പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു പോയതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ഒരു റിലേഷൻഷിപ്പും കൂടെ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, തീറ്റ എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ വരുന്നുണ്ടെന്നുള്ള. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് u dot 0 plus u0 psi omega divided by omega d u0. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വൈബ്രേഷൻ വരുന്നത്. ഈ രീതിയിലാണ് ഓസിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് കുറഞ്ഞ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ വാല്യൂ ഇപ്പം ഇതിന്റെ ടോപ്പ് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ, അതായത് ഇത് വേരി ചെയ്ത് വരുന്ന ആ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. a e raised to minus psi omega t എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞു വരുന്നത്. ഓക്കെ, ഓരോ സ്ഥലത്തും ഇതിന്റെ വാല്യൂ വരുന്നത്, അതായത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള വാല്യൂ, ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ കിട്ടും. അതിനുശേഷം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അതായത് മാക്സിമം വാല്യൂ ഒന്ന് കുറഞ്ഞ് അത് സ്ലോലി അത് ഇക്വിലിബ്രിയം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പം ഇതാണ് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആ ജനറൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. ആ ജനറൽ ഇക്വേഷൻ ഓർത്തിരിക്കണം. അതിന്റെ അകത്ത് Q1 Q2 വാല്യൂ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ Q1 Q2 വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്നത്, അതായത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, ഓവർ ഡാമ്പിംഗ് ആൻഡ് അണ്ടർ ഡാമ്പിംഗ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നത് പറഞ്ഞു. ഇതിൽ ഈ ഇക്വേഷൻ വരെ ഇമ്പോർട്ടന്റ്, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുവരെ എഴുതുക, പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് നമ്മൾ എഴുതി വെച്ചാൽ മതി. അതിലുള്ള കണ്ടീഷൻസ് ഒന്ന് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, ഓവർ ഡാമ്പിംഗ് ആൻഡ് അണ്ടർ ഡാമ്പിംഗ്. അപ്പൊ ക്രിട്ടിക്കൽ ഡാമ്പിംഗിൽ അതായത് റൂട്ടിന്റെ അടിയിൽ വരുന്ന ടേം എന്തായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. ഓവർ ഡാമ്പിംഗിൽ ആ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അതുപോലെ അണ്ടർ ഡാമ്പിംഗിൽ ലെസ് ദാൻ 0 ആയിരിക്കും. ഇതിന്റെ വൈബ്രേഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ക്രിട്ടിക്കൽ ഡാമ്പിംഗിലാണെങ്കിൽ സഡൻ ആയിട്ട് അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ 0ലേക്ക് വരുന്നു. ഓവർ ഡാംഡ് സിസ്റ്റത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സ്ലോ ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഒരു ഓസിലേഷൻ പോലും കംപ്ലീറ്റ് ആക്കുന്നില്ല. ഓക്കെ, അതുപോലെ അണ്ടർ ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ നോർമലി എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആണ്. ഇത് സ്ലോലി ഈ ഒരു ഡാമ്പിംഗ് സിസ്റ്റം ഇതിന്റെ ഓസിലേഷൻസിനെ സ്ലോലി ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞു, CCR എന്താന്ന് പറഞ്ഞു, C/CCR എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ CCR കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് റിലേഷൻഷിപ്പ്, 2-3 റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഓവർ ഡാംഡ് സിസ്റ്റത്തിന്റെ കേസ് പറഞ്ഞു. അപ്പൊ അതിലുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതിന്റെ ആ ഒരു ചാർട്ട് എങ്ങനെയാ അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് എങ്ങനെയാ വേരി ചെയ്യുന്നുള്ള ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആൻഡ് ഓവർ ഡാമ്പിങ്ങിന്റെ കേസ് പറഞ്ഞു. അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൽ അതിന്റെ റൂട്ട്സ് വരുന്നത് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വാല്യൂ വരുന്നത്. അപ്പൊ അതിലൊരു ടേം ഒമേഗ ഡി എന്ന് പറഞ്ഞിട്ട് ഡാംഡ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √k/m - c/2m സ്ക്വയർ. സി എന്ന് പറയുന്നത് എന്താണ്, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അത് വെച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഫൈനലി വരുന്ന 2 ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് u of t is equal to എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, അതുപോലെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. ഓക്കെ, ആ 2 ഇക്വേഷൻസ് ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വേരിയേഷൻ നമ്മൾ പറഞ്ഞു.